ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ വളരെ എളുപ്പത്തിൽ റെഡിയാക്കാൻ പറ്റുന്ന ഒരു ചോക്കോ ബനാന പാൻകേക്കിൻ്റെ റെസിപ്പിയാണ് നിങ്ങൾക്കായിട്ട് ഷെയർ ചെയ്യുന്നത്. നമുക്കിതൊരു 10 മിനിറ്റിനുള്ളിൽ തന്നെ ഈസി ആയിട്ട് റെഡിയാക്കി എടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇനി വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 1 കപ്പ് മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ എടുത്ത് വെച്ചിട്ടുണ്ട്, പിന്നെ കുറച്ച് ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര വേണം, പിന്നെ ഒരു നല്ല പഴുത്ത റോബസ്റ്റ പഴം വേണം. ഇപ്പോൾ റോബസ്റ്റ പഴമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇപ്പോൾ റോബസ്റ്റ പഴം ഇല്ലെങ്കിൽ ചെറുപഴം ഇട്ട് കൊടുത്താലും മതി. നല്ല റോബസ്റ്റ പഴത്തിനാണ് ഒരു പ്രത്യേക ഫ്ലേവറൊക്കെ ഉള്ളത്, അപ്പോൾ അത് ഇടുമ്പോൾ നല്ലൊരു ടേസ്റ്റ് കൂടും. ഇതിലേക്ക് നമുക്ക് 1 മുട്ട പൊട്ടിച്ചൊഴിക്കാം. എന്നിട്ട് നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ ഇട്ടിട്ട് മിക്സിയിലിട്ട് നന്നായിട്ടൊന്ന് ഒരു 2 മിനിറ്റ് അടിച്ചെടുക്കണം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ കൊക്കോ പൗഡർ ഇല്ലെങ്കിൽ അതിന് പകരം ബൂസ്റ്റ് ഉണ്ടാവില്ലേ, വീട്ടിലെ കുട്ടികൾക്കൊക്കെ കൊടുക്കാനായിട്ട് നമ്മൾ വാങ്ങി വെക്കുന്ന ബൂസ്റ്റ്, അത് വേണമെങ്കിൽ 1 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം കേട്ടോ. നല്ലൊരു ടേസ്റ്റ് ആയിരിക്കുള്ളൂ അതിട്ട് കഴിയുമ്പോൾ. അല്ലെങ്കിൽ അതൊന്നും ഇല്ലെങ്കിൽ ഒരു പീസ് ചോക്ലേറ്റ് ഇട്ടാലും മതി. ഇതൊക്കെ നിങ്ങളുടെ ഐഡിയാസ് അനുസരിച്ചിട്ട് മാറ്റം വരുത്താം. ഇപ്പോൾ നമ്മുടെ വീട്ടിലൊരു സാധനം ഇല്ലെങ്കിൽ അതിന് പകരം അതേ ഫ്ലേവറിൽ തന്നെയുള്ള പല സാധനങ്ങളും ഉണ്ടാവും, അപ്പോൾ അതിന് പകരം അത് ചേർത്ത് കൊടുത്താൽ മതി. ഇപ്പോൾ ഇതൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് കുറച്ച് കോഫി പൗഡർ ചേർത്താലും നല്ലൊരു ഫ്ലേവർ തന്നെ ആയിരിക്കുള്ളൂ ഈ ഒരു പാൻകേക്കിന് ഉണ്ടാവുന്നത്. ലാസ്റ്റായിട്ട് ഇതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും അതുപോലെ തന്നെ കുറച്ച് പാലും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പാലിൻ്റെ അളവ് നിങ്ങൾക്ക് നോക്കിയിട്ട് ചേർക്കാം. എത്രത്തോളം ലൂസ് വേണോ ആ രീതിയിൽ, ഒരു ദോശമാവിൻ്റെയൊക്കെ ഒരു പരുവുണ്ടല്ലോ, ആ ഒരു പരുവത്തിൽ അടിച്ചെടുക്കാൻ പാകത്തിനുള്ള പാല് ചേർത്ത് കൊടുക്കണം. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്, കട്ടയില്ലാതെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു പാനിൽ വെച്ചിട്ട് ചുട്ടെടുക്കാം. ഞാനിപ്പോൾ ബട്ടറൊന്നും തടവി കൊടുക്കുന്നില്ല. നിങ്ങൾക്ക് ബട്ടറൊക്കെ ഉണ്ടെങ്കിൽ ബട്ടറും കൂടി ചേർത്ത് കൊടുക്കാം വേണമെങ്കിൽ. ഒന്ന് അടച്ച് വെച്ചിട്ട് നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. മറിച്ചിടേണ്ട ആവശ്യമില്ല. ഇത് അടച്ച് വെക്കുമ്പോൾ ഇതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ നമ്മുടെ ചോക്കോ ബനാന പാൻകേക്ക് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ വൈകിയൊക്കെ എണീക്കുന്ന ദിവസങ്ങളിലാണെങ്കിൽ ഒരു 10 മിനിറ്റ് കൊണ്ട് തന്നെ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ പറ്റിയൊരു ബ്രേക്ക്ഫാസ്റ്റ് ഐറ്റമാണിത്. ലാസ്റ്റായിട്ട് ഞാൻ കുറച്ച് വിപ്പിംഗ് ക്രീം വെച്ചിട്ടൊന്ന് അലങ്കരിച്ചെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിലേക്ക് കുറച്ച് ചോക്ലേറ്റ് സോസ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ചോക്ലേറ്റ് സോസൊക്കെ ഉണ്ടെങ്കിൽ കുട്ടികൾക്കൊക്കെ ഇത് ഒഴിച്ചു കൊടുത്താൽ എന്തായാലും ഇഷ്ടമാവും. പിന്നെ നമ്മൾ മുതിർന്നവർക്കാണെങ്കിൽ ഇതൊന്നും ആവശ്യമില്ല, അതൊന്നും ഇല്ലാതെ തന്നെ കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ എന്തായാലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ, എന്നിട്ട് അഭിപ്രായങ്ങൾ എന്നെ അറിയിക്കാനായിട്ട് മറക്കരുത്. എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്തേക്കണേ. കൂടെ തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ആ ബെൽ ബട്ടണും കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണം. അപ്പോൾ ഇനിയും ഇതുപോലുള്ള റെസിപ്പീസായിട്ട് കണ്ടുമുട്ടുന്നത് വരെ ബൈ. താങ്ക് യു.